അത് വെള്ളിയാഴ്ച വൈകുന്നേരം. ആ ഒരു വീട്ടുമുറ്റത്ത് കിട്ടിയ ഒരു പക്ഷിക്കുഞ്ഞിനെ എടുത്തിട്ട് ജീവൻ രക്ഷിക്കാനായി ഹോമിയോ ഡോക്ടർ സമീപിച്ചു എന്നുള്ളതാണ്. ആ കുഞ്ഞ് ഇപ്പൊ നമ്മോടൊപ്പം ചേരുകയാണ്. കണ്ണൂരിലുള്ള പരിക്കളം ശാരദാവിലാസം സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ജീവകാരുണ്യ പ്രവർത്തനം, അത് ജീവകാരുണ്യം വലിയ തരത്തിൽ പ്രകടിപ്പിച്ച ആ കുഞ്ഞ്, അത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ആ കുട്ടി ഇപ്പൊ നമ്മോടൊപ്പം ചേരുന്നു. ജനിത്ത് രാജേഷ് അല്ലെ? ജനിത്ത് എന്നല്ലേ പേര്? മോനെ, എപ്പോ ഈ സംഭവം എന്തായിരുന്നു? അത് വെള്ളിയാഴ്ച വൈകുന്നേരം. വെള്ളിയാഴ്ച പോയിട്ടായിരുന്നു. എന്താ നീ ചെയ്തത്? എന്താ? ഞാന് എന്റെ കൂട്ടുകാരും കൂടി കളിച്ചോണ്ടിരിക്കുമ്പം ഒരു സാരം അവിടെ ഉണ്ടായി. നമ്മൾ നോക്കിയപ്പം അതൊരു പശുക്കുട്ടിയായിരുന്നു. അപ്പൊ ഉടനെ അതിനെ എടുത്തിട്ട് അതിന് വെള്ളം കൊടുത്തു. നോക്കുമ്പോ ഒരു അണക്കമില്ല. അപ്പൊ ഉടനെ ആശുപത്രി കൊണ്ടുപോയപ്പം ഡോക്ടർ പറഞ്ഞു അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ചത്തുപോയി. അപ്പൊ അത് മരിച്ചുപോയി. മോൻ എന്താ ഡോക്ടറെ അടുത്ത് വന്നിട്ട് എന്താ പറഞ്ഞേ? ഇത് എന്റെ കളിച്ചോണ്ടിരിക്കുമ്പം മുറ്റത്തുനിന്ന് കിട്ടിയതാണ്. അവിടുന്ന് അതിന് നോക്കുമ്പോ ഒരു അണക്കം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആശുപത്രി കൊണ്ടുവന്നതാണ്. ഇതിനെന്നാ വെച്ചാല് ചെയ്ത് നോക്കുന്നു വെച്ചു. ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നു അല്ലേ? അതെ. പിന്നെ വീടിന്റെ മുറ്റത്തുനിന്ന് കിട്ടിയപ്പോ എന്തുകൊണ്ട് അങ്ങനെ ഡോക്ടറെ അടുത്ത് പോണെന്ന് എന്തുകൊണ്ട് തോന്നിയേ? അത് ഒരു കുഞ്ഞു പശുക്കുട്ടി ആയതുകൊണ്ട് അതിനൊരു അണക്കവും ഇല്ല. അതുകൊണ്ട് പെട്ടെന്ന് മരിച്ചു പോകുന്നൊരു പേടി കൊണ്ട് അതിനെ കൊണ്ടുവന്നെയാണ്. ആ ജനത്തിനെ ഈ ആശുപത്രിയിലേക്ക് പക്ഷിക്കുഞ്ഞിനെ കൊണ്ടുവരുന്നതിന് സഹായിച്ചത് അവന്റെ സ്കൂളിൽ തന്നെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടിയാണ്, ശ്രാവൺ ഇപ്പം നമ്മുടെ കൊണ്ട്. ശ്രാവണെ, ഇത് ജനിത്തിത് പറഞ്ഞപ്പോ മോൻ എന്തുകൊണ്ട് സഹായിച്ച? എന്തുകൊണ്ടാ? ചെറിയ പക്ഷിക്കുട്ടിയല്ലേ, അതിന്റെ ജീവൻ നമുക്ക് അങ്ങനെ രണ്ടാളും കൂടി വന്നു. എങ്ങനെയാ വന്നേ? സൈക്കിളിൽ ഓടിച്ചു വന്നു. അപ്പൊ വീട്ടിലൊന്നും പറഞ്ഞില്ല എങ്ങനെ? നമ്മള് കളിക്കാൻ പോകുന്ന കളിക്കുന്ന സ്ഥലത്ത് ആയേ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞു അത് മരിച്ചു പോയിന്ന് പറഞ്ഞു. അപ്പാട് നമ്മളെ കൊണ്ട് വീട്ടിലോട്ട് പോയി. എങ്ങനെയാ കുട്ടികളെ എങ്ങനെയാ കണ്ടത്? കുട്ടികളെ ഞാൻ നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങോട്ട് നടന്നു വരുന്ന കണ്ടു. അപ്പോ കുട്ടികളുടെ കയ്യിലുള്ള സാധനം മക്കളോട് ഞാൻ ചോദിച്ചു. നേരത്തെ പറഞ്ഞു ഇതിന് ചെറിയ ജീവനുണ്ട്, ഇതിനൊന്ന് ഡോക്ടറെ കാണിച്ചിട്ട് വരട്ടേ തോന്നും.